അപ്പോൾ ഉപനിഷത്തിൽ അങ്ങനെയാണ് പറയണം, ആ ഒന്ന് സങ്കല്പിച്ചു പലതാവട്ടെ എന്ന്. ആ ഒരു സങ്കല്പം ഉണ്ടല്ലോ, ആ സങ്കല്പത്തെ നമുക്ക് പിടികിട്ടിക്കഴിഞ്ഞാൽ കാര്യങ്ങളൊക്കെ പിടികിട്ടും, വെളിപ്പെട്ട് കിട്ടും. ആ സങ്കല്പത്തിലാണ് ഈ വിശ്വത്തിലിരിക്കുന്ന എല്ലാം, അതായത് പലതാവാൻ വേണ്ടിയിട്ടാണ്, ആ സങ്കല്പത്തോട് കൂടിയിട്ടാണ് എല്ലാം ഇരിക്കുന്നത്. നമ്മളൊക്കെ ഈ ക്ഷേത്രത്തിലൊക്കെ പ്രദക്ഷിണം വയ്ക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ അതിലെയൊക്കെ നടക്കുന്ന സമയത്ത്, പണ്ടാണെങ്കിൽ, ഇപ്പം ഉണ്ടോയെന്ന് സ്വാമിക്ക് അറിയില്ല, ഈ പുല്ലുണ്ടാവും, മുഞ്ഞപ്പുല്ല്, എന്താ അതിന് പറയാ, പുല്ല്. ഈ പുല്ല് ഒരു സമയത്ത് നമ്മുടെ മുണ്ടിലും സാരിയിലും ഒക്കെ പറ്റി പിടിക്കും, പശുവിൻ്റെ ദേഹത്തൊക്കെ പറ്റി പിടിക്കും. എന്തിനാണത്രേ അതങ്ങനെ പറ്റിപ്പിടിക്കുന്നത്? അത് സങ്കല്പിച്ചതാണ്. എന്താണ് അതിൻ്റെ സങ്കല്പം? ബഹുസ്യാം പ്രജായേമ ഇതി, എനിക്ക് പലതാകണം. അപ്പം എനിക്ക് പലതാകണം എന്ന അതിൻ്റെ ആ തീവ്രമായ സങ്കല്പത്തിൽ നിന്നാണ് അതിൻ്റെ വിത്ത് ആ പ്രകാരത്തിലായത്. അപ്പൂപ്പൻ താടി എന്തിനാ കാറ്റത്തിൽ പറക്കണത്? അതിനോട് ചോദിക്കൂ, അത് പറയും, ബഹുസ്യാം പ്രജായേമ ഇതി, എനിക്ക് പലതാകണം. അപ്പം എനിക്ക് പലതാകണം എന്ന എൻ്റെ ആ സങ്കല്പം, ഞാനൊരു ഭാവത്തെ സ്വീകരിച്ചു. കാറ്റത്ത് അങ്ങനെ പറന്നുപോയി എവിടെയെങ്കിലും വീണ് അവിടുന്ന് വലുതാവാൻ. എല്ലാറ്റിലും കാണാം. ഇത്രയും ഉയരത്തിൽ പോകുന്ന നാളികേരം, തെങ്ങ്, ആ തെങ്ങിൻ്റെ നാളികേരത്തിന് ഇത്രയും കട്ടിയുള്ള ആവരണം എന്തിനുണ്ടായി എന്ന് ചോദിച്ചാൽ പലതാകണം എന്ന സങ്കല്പത്തിന്. അത്രയും മുകളിൽ നിന്ന് താഴെ വീണ് കഴിഞ്ഞാൽ അതിൻ്റെ ബീജം ഒന്നുമല്ലാതെയായിപ്പോവും, പൊട്ടി നാമാവിശേഷമാവും. അതങ്ങനെ സംഭവിക്കാതിരിക്കാൻ വേണ്ടി ഏറ്റവും കട്ടിയാർന്ന അതിൻ്റെ ചകരിയും മറ്റു സംഗതികളും അതിനെ സംരക്ഷിക്കാൻ വേണ്ടിയുള്ളതാണ്. പലതാകണം. എല്ലാം, ഈ എല്ലാറ്റിലും കാണാം ഇത്, പലതായിത്തീരണം. അതാണ് ആ സങ്കല്പം. അപ്പം നമ്മുടെ മുണ്ടിൻ്റെ വക്കത്ത് പിടിച്ചിരിക്കുന്ന ആ പുല്ലിനെങ്ങനെ എടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഈ ശ്ലോകം പറയും, ബഹുസ്യാം പ്രജായേമ ഇതി. എല്ലാറ്റിനുമുണ്ട്. എന്തിന്? ഒരു ക്യാൻസർ വൈറസിന് പോലും ഉണ്ട്. എനിക്ക് പലതാവണം, നിങ്ങളുടെ ശരീരത്തിലേക്ക് മുഴുവൻ എനിക്ക് വ്യാപിക്കണം, പക്ഷെ നിന്നെ ഞാൻ അനുവദിക്കില്ല, റേഡിയേഷനിലൂടെ നിന്നെ ഞാൻ ശരിയാക്കുമെന്ന് പറയും. നീ വിചാരിച്ച അതിന് റേഡിയേഷൻ നീ എഴുതി ചോദിക്കരുത് സ്വാമിയോട്, റേഡിയേഷൻ ചെയ്യാതിരിക്കണോ എന്നുള്ളത്. അത് വേറെ കാര്യം. സ്വാമി പറയുന്നത് മനസ്സിലാക്കാൻ വേണ്ടി പറയുകയാണ്. അത് തെറ്റാണോ എന്നൊന്നും ചോദിച്ച് ഭക്തന്മാരിനി അതിന് പോവാതിരിക്കരുത്. എല്ലാറ്റിനും ഉണ്ട്. പലതായി തീർന്ന് അതിനങ്ങനെ നിലനിൽക്കണം. അപ്പോൾ അന്നത്തിൽ നിന്ന്, അന്നാത് ഭവന്തി ഭൂതാനി, അന്നത്തിൽ നിന്ന് ഭൂതങ്ങൾ സംഭവിക്കുന്നു. എല്ലാ ഭൂതങ്ങളും ഉണ്ടാകുന്നത് അന്നത്തിൽ നിന്നാണ്. ഒരു ഇഡലി എടുത്തിട്ട് ഒരു 4 ദിവസം വെറുതെ അടച്ചു വെച്ചാൽ മതി, എന്നിട്ട് തുറന്ന് നോക്കി കഴിഞ്ഞാൽ അതിൽ നിന്ന് വേറെ കുറേ ഭൂതങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും, അല്ലേ? മറ്റു പലതും ഉണ്ടാവും. നമ്മുടെ വീട്ടിലേക്കൊക്കെ, വീട് നമ്മൾ ഉപയോഗിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ ഓരോന്ന് വരുന്നുണ്ടല്ലോ, അല്ലേ? മഴക്കാലത്തൊക്കെ നമ്മൾ വസ്ത്രം അഴിച്ച് കുറച്ച് വിയർപ്പോട് കൂടിയിട്ട്, കുറച്ചൊരല്പം ഈർപ്പവും കൂടി കൊണ്ടാണ് നാം വസ്ത്രം അങ്ങനെ ചുരുട്ടി അവിടെ ഇടുന്നതെങ്കിൽ അതിലൊരു കരിമ്പൻ എന്നോ എന്തൊക്കെയോ പറഞ്ഞിട്ടൊരു സാധനം ഉണ്ടല്ലോ, ഒരു ജീവി തന്നെയാണത്. ഇങ്ങനെ ഫംഗസ്, മൂട്ട, കൊതുക്, ഇതൊക്കെ അന്നമാണ്. അന്നത്തിൽ നിന്നാണ് ഉണ്ടാകുന്നത്. എല്ലാ സകലമാന ജീവജാലങ്ങളും അന്നത്തിൽ നിന്ന് ഉണ്ടാകുന്നു. അന്നാത് ഭവന്തി ഭൂതാനി. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അന്നം എവിടെ നിന്നുണ്ടാകുന്നു? പർജന്യാത് അന്ന സംഭവ. പർജന്യം, മേഘം, മഴ. മഴയിൽ നിന്ന് അന്നമുണ്ടാകുന്നു. മഴയിൽ നിന്നാണ് അന്നമുണ്ടാകുന്നത്. ഉപനിഷത്ത് ഇതിനെ വിസ്തരിച്ച് പറയുന്നുണ്ട്, ഗംഭീരമായിട്ടാണ് പറയുന്നത്, കുറേയും കൂടെ ആഴത്തിൽ. യജ്ഞാത് പർജന്യ ഭവതി. അപ്പം മഴ എവിടെ നിന്നുണ്ടാകുന്നു? പർജന്യം എവിടെ നിന്നുണ്ടാകുന്നു എന്നാണെങ്കിലോ യജ്ഞത്തിൽ നിന്ന് മഴയുണ്ടാകുന്നു. അപ്പം ആരൊക്കെയാണ് ഇവിടെ ഹോതാക്കളായിട്ട് യജ്ഞം ചെയ്യുന്ന ആളുകൾ? ഒന്ന് പ്രധാനി സൂര്യൻ തന്നെ. സൂര്യൻ അതിൻ്റെ തീക്ഷ്ണമായ രശ്മികളെ കൊണ്ട് ഈ ഭൂമിയിൽ എവിടെയൊക്കെ ജലമുണ്ടോ അതിനെ മുഴുവൻ ബാഷ്പീകരിക്കുന്നു. അപ്പോൾ അവിടെ സൂര്യനാണ് പ്രധാനപ്പെട്ട ആൾ.
പിന്നെ ജലം വിട്ടുകൊടുക്കാൻ തയ്യാറാവുന്നു. യജ്ഞത്തിന് വേണ്ടത് അതാണ്, വിട്ടുകൊടുക്കലാണ്. ജലം വിട്ടുകൊടുക്കുന്നു. ആകാശം ഇടം കൊടുക്കുന്നു, വായു അതിനെ എടുത്തു കൊണ്ടുപോകുന്നു. ഇതിൽ ഇത്രയും ഘടകങ്ങൾ പണിയെടുക്കുന്നുണ്ട്. നിസ്വാർത്ഥമായ സേവനമാണ്. എന്തിനു വേണ്ടി? മഴയ്ക്ക് വേണ്ടിയിട്ട്. അപ്പം യജ്ഞത്തിൽ നിന്ന് മഴയുണ്ടാകുന്നു എന്ന് പറയുമ്പം ബാഹ്യമായ ഇഷ്ടിക നിരത്തി മഴ പെയ്യിക്കുന്ന കാര്യത്തെക്കുറിച്ചല്ല. അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ചിലപ്പോൾ ചോദ്യം ഉണ്ടാവും, സ്വാമി മദ്രാസിൽ പെയ്തുവല്ലോ, കൽക്കട്ടയിൽ പെയ്തുവല്ലോ, അവിടെ പെയ്തുവല്ലോ. അതൊന്നും സ്വാമിക്ക് അറിയില്ല. അറിയാത്തത് അറിയില്ല എന്ന് പറയാൻ അറിയാം. പക്ഷേ ഇത് നിങ്ങൾക്ക് വിസ്മരിക്കാൻ പറ്റില്ല. സൂര്യൻ്റെ പ്രവർത്തനം, വായുവിൻ്റെ പ്രവർത്തനം, ആകാശത്തിൻ്റെ പ്രവർത്തനം, അതുപോലെ വൃക്ഷങ്ങളുടെ പ്രവർത്തനം, ഈ ഒരു പ്രതിപ്രവർത്തനം, ആ പ്രവർത്തനത്തിൻ്റെ ഫലമായി എന്തുണ്ടാവുന്നു? മഴയുണ്ടാവുന്നു. അങ്ങനെയാണെങ്കിൽ ഹോമാദികളൊന്നും നടക്കാത്ത രാജ്യങ്ങളിലൊന്നും മഴ ഉണ്ടാവില്ല. അപ്പോൾ മഴ ചിലരെ ആശ്രയിച്ച് നിലകൊള്ളുന്നതാണെന്ന് വരും മഴ. അതുകൊണ്ടാണ് നമ്മൾ മകളുടെ കല്യാണത്തിന് മഴ പെയ്യാതിരിക്കാൻ ഗണപതി ഹോമം നടത്തുന്നത്. ദയവ് ഇങ്ങനത്തെ ചിന്തയൊന്നും ഈ കുറച്ച് ഭക്തന്മാരാണ് ഇങ്ങനെയൊക്കെ ചെയ്യാറ്. പ്രകൃതിയിൽ എന്തൊക്കെ സംഭവിക്കണമോ സംഭവിക്കാതിരിക്കണമോ അതൊക്കെ പ്രകൃതി നിശ്ചയിക്കുന്ന കാര്യങ്ങൾ. അതിൽ നമ്മൾ ഇടപെടുക വേണ്ട, അത് വിട്ടുകൊടുത്തേക്കുക. മഴ പെയ്താൽ എന്തു ചെയ്യണമെന്ന് ആലോചിക്കുക. അതിനുള്ള വിവേകമാണ് നമുക്ക് തന്നത്. ഇപ്പോൾ വെള്ളത്തിൽ വീണാൽ താഴ്ന്നു പോകും എന്നുള്ളത് പ്രകൃതിയുടെ ഒരു സ്വഭാവമാണ്. പക്ഷേ നീന്തം പഠിക്കാം നമുക്ക്, എന്നിട്ട് മുകളിൽ അങ്ങനെ നിൽക്കാം. അതും കൂടെ നമുക്ക് തന്നിട്ടുണ്ട്. ആ ഒരു സ്വാതന്ത്ര്യം, കർത്തും അകർത്തും അന്യഥാകർത്തും, ചെയ്യാം, ചെയ്യാതിരിക്കാം, മറിച്ചു ചെയ്യാം. അത് നമ്മൾ കൈവിടരുത് എന്ന് പറയാം. അപ്പം യജ്ഞാത് പർജന്യ ഭവതി, യജ്ഞത്തിൽ നിന്ന് മഴയുണ്ടാകുന്നു. യജ്ഞം എവിടെ നിന്നുണ്ടാകുന്നു? യജ്ഞം കർമ്മ സമുദ്ഭവ. യജ്ഞം കർമ്മത്തിൽ നിന്നാണ്. കർമ്മത്തെ നമ്മൾ പഠിച്ചു ചലനം എന്ന്. യജ്ഞ കർമ്മ സമുദ്ഭവ. അങ്ങനെയാണെങ്കിൽ കർമ്മം എവിടെ നിന്നുണ്ടാകുന്നു? ഭഗവാൻ പറയുന്നു, പറഞ്ഞുതരാം അടുത്ത ശ്ലോകത്തിൽ. കർമ്മ ബ്രഹ്മോദ്ഭവം വിദ്ധി ബ്രഹ്മാക്ഷര സമുദ്ഭവം തസ്മാത് സർവഗതം ബ്രഹ്മ നിത്യം യജ്ഞേ പ്രതിഷ്ഠിതം. അപ്പം അന്നാത് ഭവന്തി ഭൂതാനി എന്ന് പറഞ്ഞു. ഒരു സമയം കഴിഞ്ഞ ഏതോ ദിവസത്തിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. ഉപനിഷത്തിൽ നമ്മുടെ സൃഷ്ടിയെക്കുറിച്ച് പറയുമ്പോൾ ഏതസ്മാത് ആത്മന ആകാശ സംഭൂത എന്നാണ്. ആത്മാവിൽ നിന്നാണ് ഇതൊക്കെ ഉണ്ടാകുന്നത്. ഇതിൻ്റെ ഒരു ക്രമം പറയുന്നുണ്ട്. ആത്മന ആകാശ സംഭൂത, ആകാശാത് വായു, ആകാശത്തിൽ നിന്ന് വായു, വായോരഗ്നി, വായുവിൽ നിന്ന് അഗ്നി, അഗ്നേഹെ ആപഹ, അഗ്നിയിൽ നിന്ന് ജലം, അദ്ഭ്യ പൃഥിവ്യ, ആ ജലത്തിൽ നിന്ന് ഭൂമി, ഭൂമേ ഓഷധയ, ഭൂമിയിൽ നിന്ന് ഔഷധികൾ, ഓഷധീഭ്യോ അന്നം, ഔഷധികളിൽ നിന്ന് അന്നം, അന്നാത് പുരുഷ, അന്നത്തിൽ നിന്ന് പുരുഷൻ, എല്ലാവരും, നമ്മളെല്ലാവരും. ഇതാണ് അവിടെ സൃഷ്ടിക്രമം. ഇപ്പം ഇവിടെ പറഞ്ഞു എന്താണ്? അന്നത്തിൽ നിന്ന് ഭൂതങ്ങൾ. അതിൻ്റെ പിറകിലേക്ക് ഉപനിഷത്ത് ഇത്രയും പറഞ്ഞിട്ടുണ്ട് എന്ന് പറയാം. അതും കൂടെ മനസ്സിലാക്കി വെച്ചാൽ നല്ലതാ. തുടർന്ന് കർമ്മം എവിടെ നിന്ന് സംഭവിച്ചു എന്നാണെങ്കിലോ, കർമ്മം ബ്രഹ്മോദ്ഭവം വിദ്ധി. കർമ്മം ബ്രഹ്മത്തിൽ നിന്ന് ഉദ്ഭവിച്ചതാണ്. അപ്പൊ ബ്രഹ്മം എവിടുന്ന് ഉദ്ഭവിച്ചു? അതാണല്ലോ ചോദ്യം. പറയാമെന്നാണ്. ബ്രഹ്മ അക്ഷര സമുദ്ഭവം. ബ്രഹ്മം അക്ഷരത്തിൽ നിന്ന്, പരമാത്മാവിൽ നിന്ന്. അക്ഷരം എന്ന് പറഞ്ഞാൽ നക്ഷരം, നാശരഹിതമായത്. യാതൊന്നിനാണോ നാശമില്ലാത്തത്, യാതൊന്നിനാണോ ചലനമില്ലാത്തത്, യാതൊന്നാണോ അവ്യയമായിരിക്കുന്നത്, അത് അക്ഷരം. അതിൽ നിന്നാണ് ഈ ബ്രഹ്മം, അക്ഷരം, ബ്രഹ്മം, കർമ്മം, യജ്ഞം, പർജന്യം, അന്നം, ഭൂതാൻ. ഇതാണ്. അപ്പം ഞാൻ എൻ്റെ ഇന്നലകളിലേക്ക് നടന്നു കഴിഞ്ഞാൽ ഞാൻ എവിടെ എത്തും?
അങ്ങനെ നടന്നെത്തിക്കഴിഞ്ഞാൽ ഞാൻ പറയും അഹം ബ്രഹ്മാസ്മി. അപ്പോഴാ പറയാ. ഇങ്ങനെ നടക്കുന്നതിനെയാണ് ധ്യാനം എന്ന് പറയുക. തൻ്റെ ആഴങ്ങളിലേക്ക് താൻ ഊളിയിട്ടങ്ങോട്ട് ഇറങ്ങുക. ഒരു ടണലിലേക്കുള്ള ഒരു വീഴ്ചയാണത്, ഒരു കൂപ്പുകുത്തൽ എന്ന് പറയാം. അതിങ്ങനെ ക്രമത്തിൽ ഒരു 26 ദിവസമൊക്കെ ആയപ്പോഴേക്ക് ഏകദേശമൊക്കെ ഒന്നായി എന്നാ തോന്നുന്നു. ഇല്ല, അത് ചിലപ്പോൾ ഏതെങ്കിലും ഒരു ദിവസം ഈ ഒരു സംസ്കാരമൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് ചിലപ്പോൾ സംഭവിക്കാം. എപ്പോഴാന്ന് പറയാൻ പറ്റില്ല. അക്ഷരസമുദ്ഭവം, അക്ഷരത്തിൽ നിന്നാണ് ബ്രഹ്മം ഉദ്ഭവിച്ചത്. തസ്മാത്, അതുകൊണ്ട്, ഏതുകൊണ്ട്? ഇതൊക്കെയാണ് കാര്യം എന്നുള്ളത് കൊണ്ട്. അങ്ങേയറ്റം ശാസ്ത്രീയമാണ് ഇതുവരെ പറഞ്ഞത്. നിങ്ങളുടെ ആധുനിക ശാസ്ത്രത്തിനൊക്കെ നിരക്കുന്നത് തന്നെയാണ്. നമ്മൾ പഠിച്ചു വെച്ച സയൻസ് ഉണ്ടല്ലോ, സയൻസിനൊക്കെ സമ്മതമായിട്ടുള്ള കാര്യമാണ്. അന്വേഷിച്ചോളൂ. നമ്മുടെ ഇന്നലകളിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെയൊക്കെ എത്താതെ പറ്റില്ല, എത്തിയേ മതിയാകൂ. അക്ഷരസമുദ്ഭവം തസ്മാത്, അതുകൊണ്ട് സർവഗതം ബ്രഹ്മ, സർവഗതം എല്ലായിടത്തും, സർവഗതം എന്ന് പറഞ്ഞാൽ ഒരിടം ഒഴിയാതെ, സർവത്ര, സർവഗതം ബ്രഹ്മ, എങ്ങും വ്യാപ്തമായിട്ടുള്ളതാണ് ബ്രഹ്മം. ബൃഹത്വാദിതി ബ്രഹ്മ, നിറഞ്ഞു നിൽക്കുന്നത്. നിറഞ്ഞു നിൽക്കുക എന്ന് പറയുമ്പം മറ്റൊന്നിനെ ആശ്രയിച്ചുകൊണ്ടാണോ? അല്ല, അത് തന്നെ നിൽക്കുന്നു, അതിലാണെല്ലാം, അതാണെല്ലാം എന്നാണ്. ഇപ്പം ഈ ഹാളിനകത്ത് സുഗന്ധം നിറഞ്ഞു നിൽക്കുന്നു എന്ന് പറയുമ്പം ഇവിടെ ആകാശമുണ്ട് അതിന് ഇടം കൊടുക്കാൻ. ഈശ്വരൻ സർവവ്യാപിയാണ് എന്ന സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. ഇവിടെയാണ് അതൊക്കെ മനസ്സിലാക്കേണ്ടത്. നമ്മൾ പറയില്ലേ ഈശ്വരൻ സർവ്വവ്യാപിയാണെന്ന്. ഈശ്വരൻ സർവ്വവ്യാപി എന്ന് പറഞ്ഞാൽ അതിൽ വലിയ ഭാഷാപരമായിട്ടുള്ള വലിയ തെറ്റുണ്ട്. എന്താണ്? ഈശ്വരൻ സർവ്വവ്യാപിയാണോ എന്ന് ചോദിച്ചാൽ ഈശ്വരൻ സർവ്വവ്യാപിയല്ല എന്നാ. എന്നാൽ പിന്നെ എന്താ? ഞങ്ങൾ പഠിച്ചത് അങ്ങനെയാണല്ലോ, മണ്ണിലും വെണ്ണിലും തോണിലും തുരുമ്പിലും ദൈവമിരിക്കുന്നു ഇല്ലേ? എന്നിട്ട് എങ്ങനെയാണ് അവൻ ഇരിക്കുന്നത്? എന്നിട്ട് നമ്മൾ തുരുമ്പൊക്കെ വരുമ്പോൾ അങ്ങനെ തന്നെ വെച്ചിരിക്കുക, തുരുമ്പൊന്നും മാറ്റണ്ടെന്ന് പറയാം. ഈശ്വരൻ സർവവ്യാപി എന്ന് പറയുമ്പം ഇപ്പം നമുക്ക് സമുദ്രത്തിലെ ജലത്തിൽ ഉപ്പ് സർവവ്യാപിയാണെന്ന് പറയാം ഇല്ലേ? പറഞ്ഞൂടെ? അപ്പോൾ ഉപ്പ് സർവവ്യാപിയായിരിക്കുന്നത് എന്തുകൊണ്ടാണ്? ഉപ്പിനെ വ്യാപിക്കാൻ ഇടം കൊടുത്തവൻ ആരാണ്? ജലമാണ്. എന്തുകൊണ്ടും ഉപ്പിനേക്കാൾ സർവദാ യോഗ്യൻ, ശ്രേഷ്ഠൻ, അധികരിച്ചു നിൽക്കുന്നവൻ ജലമാണ്. ജലമുള്ളത് കൊണ്ട് മാത്രമാണ് ഉപ്പിന് എന്ത് ചെയ്യാൻ സാധിച്ചത്? വ്യാപിക്കാൻ സാധിച്ചത്. അതായത് ഈ ഈശ്വരൻ എന്ന് പറഞ്ഞാൽ ഈശ്വരൻ മാത്രമേ ഉള്ളൂ. അതെ, വ്യാപിക്കാനൊന്നുമില്ല. ഈശ്വരൻ വസ്തുക്കളിലോ വസ്തുക്കൾ ഈശ്വരനിലോ ആണോ എന്ന് ചോദിച്ചാൽ രണ്ടിലും ഈശ്വരനില്ല. പിന്നെയോ ഇതം സർവം ഈശാവാസ്യം, ഇതൊക്കെ ഈശ്വരനാണ്. അപ്പം ഈശ്വരന് വ്യാപിക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ടാണ് സർവഗതം എന്ന് പറയുന്നത്. സർവഗതം എന്ന് പറഞ്ഞാൽ ഈ നാമവും രൂപവുമാണ് മറ്റു പലതുമാണെന്ന് പറയുന്നത്. നാമരൂപങ്ങളെ അടർത്തി കഴിഞ്ഞാൽ അവശേഷിക്കുന്നതിൻ്റെ പേരാണ് ആ വസ്തു. ഇപ്പം നാമരൂപങ്ങൾ വന്ന് സത്യത്തെ മറച്ചിരിക്കുന്നു. സത്യത്തിലേക്ക് നമ്മൾ നോക്കുന്നില്ല എന്നോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയാം തൽക്കാലം. ഇപ്പം നമ്മൾ വ്യവഹരിക്കുന്നത് എല്ലാം ഈ ലോകത്തെ, ഈ പ്രപഞ്ചത്തെ മുഴുവൻ നാമമായിട്ടും രൂപമായിട്ടുമാണ്. നാമവും രൂപവും. അപ്പം നാമരൂപങ്ങൾ മാറിക്കഴിഞ്ഞാൽ അവശേഷിക്കുന്നത് അതാണ് ഈ കാണായതെല്ലാം. അതുകൊണ്ട് ഇതം സർവം സർവഗതം എന്ന് പറഞ്ഞാൽ എങ്ങും നിൽക്കുന്നത്. നാമവും രൂപവും ദേശവും കാലത്തെയും ആശ്രയിച്ച് നിലകൊള്ളുന്നതാണ്. ദേശകാലങ്ങൾ മാറുമ്പോൾ നാമത്തിനും രൂപത്തിനും മാറ്റം ഉണ്ടാവും. ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് ഫ്രീസറിൽ വെച്ച് കഴിഞ്ഞാൽ പിന്നെ അത് ഫ്രീസറിൽ നിന്ന് എടുത്ത് അതിനെ പുറത്ത് വെച്ചാൽ വെള്ളം എന്ന് അതിനെ ആരും പറയില്ല, അതിന് ഐസ് എന്നാ പറയുക അല്ലേ? ആ ഐസ് എടുത്തിട്ട് ഒരാളുടെ തലമണ്ടയ്ക്ക് ഒരു ഏറ് കൊടുത്താൽ ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച ഫലമൊന്നും ആയിരിക്കില്ല, ചിലപ്പം ഫലം തന്നെ മാറും അല്ലേ? അപ്പം നാമരൂപങ്ങൾ മാറിക്കൊണ്ടിരിക്കും, നിരന്തരം മാറിക്കൊണ്ടിരിക്കും.
അപ്പം മാറാത്തതാണ്, അതാണ് എല്ലായിടത്തും ഉള്ളത്. അതൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറിയാൽ ആകെ മൊത്തം മാറും കാര്യങ്ങൾ. നമ്മുടെ തന്നെ ചില സംഗതികൾ കുറേ കൂടുക ചെയ്താൽ മൊത്തത്തിൽ മാറ്റമില്ലേ? നമ്മുടെ രക്തത്തിൻ്റെയൊക്കെ കൗണ്ട് ഇല്ലേ, എന്തോ ഒന്ന് കുറഞ്ഞാൽ പോരെ, ആകെ പ്രശ്നം ഉണ്ടാവാൻ ഇല്ലേ? അത് രൂപപ്പെടുന്നത് എവിടെ നിന്നാണ്? മജ്ജയ്ക്കകത്ത് നിന്ന് രൂപപ്പെടുന്ന ചില സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ ഇല്ലേ? എല്ലാം മാറി മറിയുന്നു, ഓരോന്നോരോന്നാവുന്നു ഇല്ലേ? കൽക്കരിയിലിരിക്കുന്നതും കാർബണാണത്രേ, വജ്രത്തിലിരിക്കുന്നതും കാർബണാണെന്നാണ് പറയുന്നത്. മെർക്കുറി മാറുന്ന സമയത്ത് എന്തൊക്കെയാവുന്നു? അങ്ങേയറ്റം മൂല്യമുള്ളതാവുന്നു, വേൾഡ് മാർക്കറ്റിൽ വലിയ വിലയുള്ള സാധനമാവുന്നു, അതേ സമയത്ത് വലിയ വിലയൊന്നും ഇല്ലാത്തതും ആവുന്നു. കൽക്കരിയുടെ വിലയാണോ വജ്രത്തിന്? ഒന്ന് മാറിയാൽ മതി, അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്ന് മാറിക്കഴിഞ്ഞാൽ ആശാൻ ആകെ മാറി. ഇങ്ങനെയെല്ലാം സർവഗതം നിറഞ്ഞ്, അത് മാത്രമാണ് നിറഞ്ഞു നിൽക്കുന്നത് എന്ന് പറഞ്ഞാൽ അതേ ഉള്ളൂ. നമ്മൾ പേര് കൊടുക്കുമ്പോൾ അതില്ലാണ്ടായിപ്പോയി. രാമഗീതയിൽ രാമൻ ലക്ഷ്മണനോട് പറയുന്നു, ലക്ഷ്മണ, എപ്രകാരം രജ്ജുവിൽ സർപ്പത്തെ ആരോപിച്ചുവോ, ഏറ്റവും നല്ല ഗംഭീര ഉദാഹരണമാണ്. രജ്ജുവിൽ ഏത് പ്രകാരം സർപ്പം ആരോപിതമായി ഇരിക്കുന്നുവോ, നിലകൊള്ളുന്നുവോ, കയറിൽ പാമ്പ്. വൈകുന്നേരം ഒരു 6 മണി 6:30 മണിക്ക് വിളക്ക് എത്തിച്ചിട്ട് മുറ്റത്തേക്ക് ഇറങ്ങുമ്പോഴാണ് പാമ്പിൻ്റെ മേല് ചവിട്ടിയത്. എന്ന് പറഞ്ഞിട്ട് വീണു. നോക്കുന്ന സമയത്ത് എന്താ, ആ അമ്മ ബോധം കെട്ട് വീണു. എല്ലാവരും കൂടെ എടുത്തു കൊണ്ടുപോയി കിടത്തി. അപ്പോഴേക്കും പാമ്പിൻ്റെ ലക്ഷണങ്ങളൊക്കെ കാണിച്ചു തുടങ്ങി, വീശാൻ തുടങ്ങി, വെള്ളം തളിക്കാൻ തുടങ്ങി. അപ്പോഴേക്കും ടോർച്ച് എടുത്തു നോക്കിയപ്പോൾ പാമ്പൊന്നുമല്ല, ഒരു നല്ല മുല്ലമാല കിടക്കുന്നുണ്ടായിരുന്നു. അതാണ്. ചെറിയൊരു തണുപ്പും കൂടി ആയപ്പോൾ അത് ചവിട്ടിയ സമയത്ത് കാലൊക്കെ ഒരു പാമ്പിൻ്റെ എന്തോ ഒരു പാമ്പ് എവിടെയോ ഉണ്ട് എന്നൊക്കെ ആരോ പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ടോർച്ചടിച്ചപ്പം പാമ്പൊന്നുമില്ല. അമ്മ എണീറ്റോളൂ, ഇതായിരുന്നു ചവിട്ടിയെന്ന് പറഞ്ഞു. അതോടുകൂടി പ്രശ്നങ്ങളൊക്കെ തീർന്നു ഇല്ലേ? ആ കയറിൽ അല്ലെങ്കിൽ മുല്ലമാലയിൽ അല്ലെങ്കിൽ ഒരു ടയറിൻ്റെയോ ട്യൂബിൻ്റെയോ സൈക്കിളിൻ്റെ ട്യൂബൊക്കെ ധാരാളമാണ്. അതിൽ പാമ്പ് ആരോപിക്കപ്പെട്ടതുപോലെ ഇതിനെ വേദാന്തത്തിൽ അധ്യാസം എന്ന് പറയും. നന്നായിട്ട് അധ്യാസപ്പെട്ടതിനെ ശോഭനാധ്യാസം എന്ന് പറയും. വളരെ മനോഹരമായിട്ട് മരുമരീചിക, ശുക്തികാരചിതം, സ്ഥാണുപുരുഷൻ എന്നൊക്കെ പറയുന്നത് പോലെയാണ് ലക്ഷ്മണ ഈ ബ്രഹ്മത്തിൽ, ഈശ്വരനിൽ ആരോപിതമാണ് ജഗത് എന്ന് രാമൻ പറഞ്ഞു കൊടുക്കുന്നു. അതായത് ഈശ്വരനിൽ ആരോപിച്ചതാണ് ജഗത്ത്. ഈ ആരോപണം എടുത്ത് മാറ്റിയാലുണ്ടല്ലോ, ടോർച്ച് കൊണ്ട് അടിച്ചാൽ അജ്ഞാനത്ത് നീങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഉള്ളതെന്താണ്? ഈശ്വരൻ മാത്രം. അപ്പം ജഗത് എന്ന് പറഞ്ഞാലോ, ജായതി ഗച്ഛതി തിഷ്ഠതി ഇവ, ഉണ്ടായി നിലനിന്ന് ഇല്ലാതെയാവുന്നത്. ഉണ്ടായി നിലനിന്ന് ഇല്ലാതെയാകുന്നത് നാമവും രൂപവുമാണ്. വേറെ ഒന്നിനും അങ്ങനെ ഉണ്ടായി നിലനിന്ന് ഇല്ലാതെയാവാൻ പറ്റുന്നില്ല. ഈ വിശ്വത്തിലെല്ലാം ഉണ്ടായി നിലനിന്ന് ഇല്ലാതെയാവുന്നത് നാമരൂപാദികളാണ്. അപ്പൊ സർവഗതം, എങ്ങും നിൽക്കുന്ന, നാമരൂപങ്ങൾക്കപ്പുറത്ത് നിലകൊള്ളുന്ന, നിത്യം, എല്ലായ്പ്പോഴും, അത് യജ്ഞേ പ്രതിഷ്ഠിതം. ഇത് വിദ്ധി, യജ്ഞത്തിൽ പ്രതിഷ്ഠിതമാണെന്ന് നീ അറിയേണ്ടതാണ്. അപ്പം യജ്ഞത്തിലാണ് അർജുന എന്തിരിക്കുന്നത്? ബ്രഹ്മം പോലും ഇരിക്കുന്നത്.